നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹാൽ സിനിമ വിവാദം വീണ്ടും സൈബർ ബോർഡിനെ സമീപിക്കാൻ നിർദ്ദേശിച്ച് കോടതി. ഹാൽ സിനിമ കേസിൽ വീണ്ടും സെൻസർ ബോർഡിനെ സമീപിക്കാൻ നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി കേരള ഹൈക്കോടതി. അപേക്ഷ കിട്ടിയാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സൈബർ ബോർഡിനും നിർദ്ദേശമുണ്ട്. 2 രംഗങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ധ്വജപ്രണാമത്തിലെ ധ്വജം മ്യൂട്ട് ചെയ്യണമെന്നും മത അടിസ്ഥാനത്തിലുള്ള വിവാഹത്തിന്റെ കണക്ക് പറയുന്ന ഭാഗവും മ്യൂട്ട് ചെയ്യണമെന്നും കോടതി വ്യക്തമാക്കി. സിനിമയിൽ 2 മാറ്റങ്ങളും വരുത്തിയ ശേഷം നിർമ്മാതാക്കൾ സെൻസർ ബോർഡിനെ സമീപിക്കാം. സെൻസർ ബോർഡ് പരമാവധി 2 ആഴ്ചയ്ക്കകം പ്രദർശന അനുമതിയിൽ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. SIR-ൽ ഇടപെടില്ല. സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാം. ഉത്തരവുമായി ഹൈക്കോടതി. ഉദ്യോഗസ്ഥ ക്ഷാമം ചൂണ്ടിക്കാട്ടി SIR നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉത്തരവ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി സർക്കാരിന്റെ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഭരണസ്തംഭനത്തിന് കാരണമാകുമെന്നാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത്. ഡിസംബർ 4-നാണ് SIR പൂർത്തിയാക്കേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ 9, 11 തീയതികളിൽ നടക്കുമ്പോൾ 2 സുപ്രധാന ജോലികളിലും ഒരേ ഉദ്യോഗസ്ഥർ തന്നെ പങ്കാളികളാകുമ്പോൾ പ്രായോഗിക പ്രശ്നങ്ങൾ ഏറെയാണെന്നാണ് സർക്കാർ വാദം. പാലത്തായി പോക്സോ കേസ്. K. പത്മരാജൻ കുറ്റക്കാരൻ. ശിക്ഷാവിധി നാളെ. പാനൂർ പാലത്തായി പോക്സോ കേസിൽ BJP നേതാവും അധ്യാപകനുമായ K. പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടേതാണ് കണ്ടെത്തൽ. ഇയാൾക്കെതിരെയുള്ള ബലാത്സംഗ കുറ്റം തെളിഞ്ഞു. കേസിൽ ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. കടവത്തൂർ സ്വദേശിയാണ് ഇയാൾ. കുട്ടികളെ ഭഗവത്ഗീത കൂടി പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. വീണ ജോർജ് വേദിയിലിരിക്കെ വൈക്കം വിജയലക്ഷ്മിയുടെ പരാമർശം. ശിശുദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനിടെയായിരുന്നു വൈക്കം വിജയലക്ഷ്മിയുടെ പരാമർശം. സംസ്ഥാനതല ശിശുദിനാചരണ പരിപാടിയാണ് നിശാഗന്ധിയിൽ സംഘടിപ്പിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് വേദിയിലിരിക്കവെയാണ് വിജയലക്ഷ്മിയുടെ പരാമർശം. ആലപ്പുഴയിൽ CPI നേതാവ് പാർട്ടി വിട്ട് BJP-യിൽ. സ്വന്തം വാർഡിൽ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ ശ്രീകുമാർ. അമ്പലപ്പുഴയിൽ CPI നേതാവ് പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നു. അമ്പലപ്പുഴ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായ വർഷങ്ങളായി CPI പ്രവർത്തകനായിരുന്ന അഡ്വക്കേറ്റ് R. ശ്രീകുമാറാണ് പാർട്ടി വിട്ടത്. 1979-ൽ CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ ASF-ലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ശ്രീകുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സ്വന്തം വാർഡിൽ നിന്ന് CPIക്കെതിരെ മത്സരിക്കും.